നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ലഭ്യമാകുന്നത്. അതായത് തിരുവനന്തപുരത്തെ ചരിത്ര വിജയത്തിന് ശേഷം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് ആ കസേരയിൽ ഇരുന്ന് നഗരപിതാവായി ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ പരാതി, ആ കന്നിപ്പരാതി മറ്റാർക്കുമെതിരെയല്ല, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ. നഗരസഭയിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ആര്യ നടത്തിയിട്ടുള്ള ഭരണപരമായ വീഴ്ചകളും അഴിമതിയും തട്ടിപ്പും കോടികളുടെ വെട്ടിപ്പും തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുൻപ് പ്രതിപക്ഷത്തിരുന്ന വി രാജേഷിനും അതുപോലെ തന്നെ സഹ കൗൺസിലറും ശക്തമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഭരണപക്ഷത്തുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അട്ടിമറിച്ച പല വിവരങ്ങളും ഇനി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും ദേശീയ ശ്രദ്ധയിലേക്ക് ആകർഷിക്കാനും വേണ്ടിയുള്ള ആദ്യ പടിയായി തന്നെ ഈ പരാതിയെ നോക്കിക്കാണും. അതുകൂടാതെ മേയറായി ചുമതലയേറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെയും വ്യക്തിപരമായ ഒരു താല്പര്യമാണ് ഇതിനു മുൻപുണ്ടായിരുന്ന അഴിമതികളെയൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്ന് തങ്ങൾ ഇത്രയും കാലം സമരം ചെയ്തതും പ്രതിഷേധം നടത്തിയതും ഭരണ രംഗത്തുണ്ടായിരുന്നവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചതും ഒക്കെ തന്നെ സത്യമാണെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരമായി കൂടി ഇതിനെ വിനിയോഗിക്കാൻ BJPക്കും സാധിക്കും. മുൻ കോൺഗ്രസ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. തെളിവടക്കമാണ് ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നടന്നിരിക്കുന്ന വീഴ്ചകളെപ്പറ്റിയും നഗരസഭയിലെ തട്ടിപ്പുകളെപ്പറ്റിയും നിയമനങ്ങളെപ്പറ്റിയും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. താൽക്കാലിക നിയമനങ്ങളിൽ സ്വജനപക്ഷപാതം നടന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണമടക്കം ഫണ്ട് തട്ടിപ്പ്, കെട്ടിട നികുതി തട്ടിപ്പ്, വെഹിക്കിൾ ഇൻഷുറൻസ്, മെയിൻ്റനൻസ് തട്ടിപ്പ്, അങ്ങനെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് തന്നെയാണ് ശ്രീകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെ: എന്താണ് നിലവിൽ കൊടുത്തിരിക്കുന്ന പരാതി? ആര്യ രാജേന്ദ്രനെതിരായിട്ടുള്ള ഒരു പരാതി എന്നാണ് നിലവിൽ വിവരങ്ങൾ ലഭിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ? അതെ, ഈ കഴിഞ്ഞ 20-25 കാലത്ത് മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ ഭരണം നിർവഹിക്കുന്ന സമയത്ത് നടന്ന ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്ത നിരവധിയായ അഴിമതികളാണ്, 1ഓ 2ഓ അല്ല. അപ്പം നിരവധിയായ അഴിമതികളും അതിന്റെ ഫലമായി നിരവധി 56 ദിവസം വരെ സമരം ചെയ്തു. കോൺഗ്രസും പ്രതിപക്ഷ മറ്റു രാഷ്ട്രീയ കക്ഷികളും ഒക്കെ സമരം ചെയ്ത ഒരു സംഭവമാണ് ഈ കത്ത് വിവാദം. 271 ആൾക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് തരണമെന്നാവശ്യപ്പെട്ട ആ ഒരു അഴിമതി ക്രമക്കേട്. അപ്പൊ ആ സംഭവത്തിൽ ആദ്യമായി വിജിലൻസിന് പരാതി കൊടുക്കുന്ന ആൾ ഞാനാണ്. അത് ഞാൻ തന്നെ ഹൈക്കോടതിയിലും ഇതിനെ സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരുന്നു. നിർഭാഗ്യവശാൽ അതിലെ CBI അന്വേഷണം ഉണ്ടായില്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന് കോടതി പറയുകയുണ്ടായി. പക്ഷേ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇതുവരെ അതിന്റെ നിജസ്ഥിതി കണ്ടെത്തുന്നതിനോ അതിലെ കുറ്റക്കാരെ കണ്ടെത്തുന്നതിനോ തയ്യാറാവുന്ന സംവിധാനം ഉണ്ടായില്ല. ഭരണത്തിന്റെ സ്വാധീനത്തിലും മേയറുടെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. 100% ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അതിനെ സംബന്ധിച്ച് പുനരന്വേഷണത്തിന് നിലവിലെ ഭരണസമിതി തയ്യാറാകണം. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനം നിങ്ങൾക്കറിയാമല്ലോ, ഒരു കൗൺസിലർ തന്നെ ആ കൗൺസിലിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ജോലി, അവരെ നിയമിക്കുന്ന ഉത്തരവ് ആ കൗൺസിൽ തന്നെ പാസാക്കി. അപ്പൊ ഇത്ര നെറുകെട്ട ഈ അഴിമതി നടത്തിയ ഒരു നഗരസഭയ്ക്കെതിരെ, കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ നിരവധിയായ പരാതികളുണ്ടായി. അതിൽ ആറ്റുകാൽ പൊങ്കാല, ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഫണ്ട് എഴുതിയെടുത്തത് ഉൾപ്പെടെ. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SC/ST ഫണ്ടിന്റെ തട്ടിപ്പ്. അത് ഒരു പ്രാവശ്യമല്ല, പല ഘട്ടങ്ങളിലായി പണം തട്ടിയെടുത്തു. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ഒരു കാര്യം, ഒരു പാവപ്പെട്ട നിർധനയായ SC വിഭാഗത്തിലെ ഒരു രോഗിക്ക് SC ഫണ്ടിൽ നിന്നും, മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ലഭിച്ച 30,000 രൂപ അവർക്ക് ചികിത്സാ സഹായം ലഭിച്ചു. ആ 30,000 രൂപയിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് വെറും 3,000 രൂപയാണ്. അത് എനിക്ക് നേരിട്ടറിയാവുന്നത്. അപ്പോൾ 27,000 രൂപ ഇടനില നിന്ന ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. മറ്റൊരു കേസിൽ കുറെ ഈ സംഘങ്ങളുടെ പേരിൽ പണം തട്ടിച്ചതിന്റെ പേരിൽ കുറച്ച് പേര് അറസ്റ്റിലായി. അവർ അന്ന് തന്നെ ജാമ്യത്തിൽ പോവുകയും ചെയ്തു. അത് ജീവനക്കാരല്ലാത്തവർ ചെയ്തു. ജീവനക്കാരല്ലാത്തവർക്ക് പോലും പുറത്ത് നിന്ന് പോലും അവിടെ കയറി ഇറങ്ങി SC ഫണ്ട് തട്ടിക്കാമെന്നുള്ളതായിരുന്നു അവിടുത്തെ 5 വർഷത്തെ ഭരണത്തിന്റെ ഒരു യാഥാർത്ഥ്യം. അത് മാത്രവും അല്ലാത്തൊരു സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്. രോഗികൾക്ക്, അതേപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക്, SC വിഭാഗത്തിലെ മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതിൽ യാതൊരു നടപടിയുമില്ല. ആ ഉദ്യോഗസ്ഥരൊക്കെ ഇന്നും വളരെ സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ
ആ SC ഫണ്ടിന്റെ തട്ടിപ്പിന്റെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി എത്ര പേർക്കാണ് പട്ടികവർഗ വിഭാഗത്തിലെ എത്ര പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞാൻ അതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ആ ഫണ്ട് അവർക്ക് നഷ്ടപ്പെട്ട തുക മുഴുവൻ നഗരസഭ നൽകാൻ കൂടി തയ്യാറാവണം. അത് നഷ്ടപ്പെട്ട പണം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ആവശ്യം. അതുപോലെ തന്നെ ഈ കെട്ടിട നികുതി തട്ടിപ്പ്, നികുതി അടച്ചവർക്ക് അവർക്ക് നികുതി അടച്ചതായിട്ട് രേഖകളില്ലാത്ത അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. അതുപോലെ തന്നെ നഗരസഭയ്ക്ക് എത്ര വാഹനങ്ങൾ ഉണ്ടെന്ന് ആർക്കും തന്നെ കൃത്യമായ ഒരു കണക്കില്ല. ആ ഇല്ലാത്ത വാഹനങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തു എന്ന് കാണിച്ചു, അതുപോലെ തന്നെ മെയിൻ്റനൻസ് നടത്തി എന്നും കാണിച്ച് കോടിക്കണക്കിന് രൂപയാണ് കട്ടുപിടിച്ചത്. ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ തണലിൽ നിന്നുകൊണ്ട് CPM ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാരവാഹികളും പാർട്ടിയുടെ അനുഭാവികളുമായിട്ടുള്ള നിരവധി പേരുടെ വ്യാജ പേരുകളിൽ പല കൊട്ടേഷനുകളും അവിടെ എടുക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ. ഇതെല്ലാം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുടെ കീശയിലേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലവും 5 വർഷക്കാലം മുമ്പും അഴിമതി നടന്നെങ്കിലും അഴിമതിക്ക് ഇത്രയും പേര് കേട്ട ഒരു ഭരണ സംവിധാനം കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ആര്യ രാജേന്ദ്രന്റെ ഭരണ സംവിധാനത്തിൽ കീഴിൽ മാത്രമായിരുന്നു. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മേയറായി ചാർജ് എടുത്ത് നിമിഷങ്ങൾക്കകം ആദ്യത്തെ പരാതി ബഹുമാനപ്പെട്ട മേയർ BV രാജേഷിന് ആദ്യത്തെ പരാതിയായിട്ട് ഞാനിത് കൊടുക്കാൻ തന്നെ കാരണം ഇത് അത്രയും പ്രാധാന്യമുള്ളതാണ്. അത്ര പ്രാധാന്യത്തോടെ അദ്ദേഹം കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആദ്യമായി ഈ പരാതി കൊടുക്കുകയും അദ്ദേഹം ഇത് വളരെ ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ മേയറായി ആദ്യം ചുമതല ഏറ്റെടുത്തു, അദ്ദേഹത്തിന് മുന്നിലെത്തിയിരിക്കുന്ന ആദ്യത്തെ പരാതി. അപ്പോൾ ഇതിനു മുന്നേ പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പഴയ ഭരണസമിതിക്കെതിരെ പലവിധ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത്. അപ്പോൾ പുതിയ മേയറായി അഡ്വക്കേറ്റ് VV രാജേഷ് ചുമതല ഏൽക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, ഇതിനെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് UDF നഗരസഭയ്ക്ക് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഈ അന്നത്തെ ഭരണ സംവിധാനത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ VV രാജേഷാണ്. ആ VV രാജേഷ് ഇന്ന് നഗരസഭയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ ഈ 5 വരുന്ന ഭരണ കാലയളവിൽ അദ്ദേഹത്തിന് ധാർമ്മികമായും അത് പരിശോധിക്കുകയും നടപടി എടുക്കേണ്ടതുമായ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വ്യക്തിപരമായും ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കും ഒരു ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തൊന്നുള്ള ആള് എന്ന നിലയ്ക്കും ഞങ്ങളുടെ മുന്നണിയും BJPയുടെ മുന്നണിയും പാർട്ടിയും അവിടെ സമരം ചെയ്തത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമുള്ളതാണ്. ആ ബോധ്യമുള്ളത് ഞങ്ങളുടെ സത്യസന്ധമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങളെല്ലാം തന്നെ അന്ന് UDFും ഒരു ഭാഗത്ത് BJP ഒക്കെ സമരം ചെയ്തിരുന്നത്. ആ സമരങ്ങൾ സത്യസന്ധമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ധാർമ്മികമായും നിലവിൽ വന്ന പുതിയ മേയർ VV രാജേഷിന് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ്. അപ്പോൾ രേഖാമൂലം ഒരു പരാതി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിലോട്ട് പോകാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ പരാതിക്കാരൻ ഞാൻ SC/ST ഫണ്ട് തട്ടിപ്പിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട ഫണ്ട് അവർക്ക് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു SC/ST കമ്മീഷനും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഇന്നും അവിടെ നിലനിൽക്കുകയാണ്, അതിന്റെ കേസ് നടക്കുകയാണ്. ആ കേസ് ഒരു ഭാഗത്ത് നടന്നുകൊട്ടെ, മറ്റു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്ന് പറയുന്നത് നിശ്ചലമായ അവസ്ഥയിലാണ്. അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് പുതിയൊരു സമിതിയെ ഉണ്ടാക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ മറ്റല്ലെങ്കിൽ CBI അന്വേഷണം പോലെയുള്ള ഞാൻ കോടതിയിൽ ആവശ്യപ്പെട്ടതും CBI അന്വേഷണം വേണമെന്ന്. കാരണം സംസ്ഥാനം ഭരിക്കുന്നതും നഗരസഭ ഭരിക്കുന്നതും ഒരേ പാർട്ടിക്കാരായതുകൊണ്ട് ആ പ്രതികളെ രക്ഷപ്പെടുത്തേണ്ടത് ആ പാർട്ടിയുടെ കൂടി ആവശ്യമായതുകൊണ്ട് അവിടെ നീതി കിട്ടാത്തത് കൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അപ്പോൾ രാജേഷിനെ പോലെയുള്ള പുതിയ ആൾക്കാർ നഗരസഭയുടെ മേയറായി വരുമ്പോൾ ധാർമ്മികമായും രാജേഷിനും ആ ചുമതലയുണ്ട്. അന്നത്തെ പരാതിക്കാരനായിരുന്ന എനിക്ക് വീണ്ടും ഇത് പുതിയൊരു ഭരണ മാറ്റം വന്നതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ തലസ്ഥാന നഗരത്തിന്റെ മേയറായി വരുമ്പോൾ ഈ അഴിമതിക്കെതിരെ നിലപാടെടുക്കും എന്ന് എനിക്ക് വ്യക്തിപരമായും അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ കോളേജ് പ്രീ ഡിഗ്രി പഠനകാലം മുതൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് രാജേഷ്. അദ്ദേഹം കൃത്യമായും അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മേയറുടെ ആദ്യത്തെ
രണ്ടാമത്തെ പരാതിയായി ഞാൻ നേരത്തെ കൂട്ടി തയ്യാറാക്കിക്കൊണ്ട് ഈ അദ്ദേഹം ഭരണ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ തന്നെ നൽകിയത്. അത്ര പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നു. അദ്ദേഹവും ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം നടത്തിയ വളരെ കൊടിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുവാനും ഈ അഴിമതി നിയമനങ്ങൾ അത് റദ്ദ് ചെയ്യപ്പെടുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, നന്ദി ശ്രീ ശ്രീകുമാർ.